അക്ഷയ PT. അതിൽരാജ് TK. എന്താടി വല്ല കുത്തി കയറുന്നുണ്ടോ? അല്ല, നിന്റെ മൂട്ടി കുടുങ്ങി എന്റെ കയ്യില്. നിനക്കറിയാലോ, എന്റെ അച്ഛന് ഫുട്ബോൾ എന്ന് പറഞ്ഞ ജീവനാ. അത് നിന്റെ അച്ഛന്റെ കാറ്റാണോ ഫുട്ബോളിൽ നിറച്ചേ? അതല്ല, ഇന്നത്തെ ഫുട്ബോൾ മാച്ചില് നീ കളിക്കണം, നമുക്ക് കപ്പ് വാങ്ങണം, എന്നിട്ട് എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ കല്യാണം കഴിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ ബ്യൂട്ടിഫുള്ളേ. അതിന് വേണ്ടിയല്ലേ അതാ എന്റെ ടീം അതാ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, എന്നെ കുറച്ച് എക്സ്ട്രാ സ്കിൽസ് പഠിപ്പിക്കാൻ എന്റെ മാമൻ പറഞ്ഞിട്ട് ഒരു കോച്ച് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ കിടന്ന് ചീറ്റല്ലേ നീ പോയിക്കടാ. അപ്പൊ ഈ ഞാൻ ആരാ? നീ പ്രതീക്ഷയുടെ കൂടെ പോയിക്കോ. എടി ഞാൻ അതാണോ പറഞ്ഞേ? എടി ആടിന്റെ ചെവി തൂക്കിയവളെ, നമ്മുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന്. അങ്ങനെ ഫണ്ണി. ആരാടി സണ്ണി? ഫണ്ണി എന്ന് പറഞ്ഞതാ. അങ്ങനെ എടി, എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഫുട്ബോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവരാതിരിക്കോ? നീ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ ഇന്നേ വരെ മറന്നിട്ടുണ്ടോ? ഏതെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? എനിക്ക് വേണ്ട പാക്കറ്റ് ചപ്പാത്തി. ഇത് ഫുട്ബോളാ. ഇതിലെ കാറ്റെവിടെ? ഈ ബാഗ് കൊള്ളണ്ടേ? അതുകൊണ്ട് അമ്മയിലെ കാറ്റൊക്കെ കഴിച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കി തന്നതാ എനിക്ക്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നിന്നെ പ്രസവിച്ചാണോ അതോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണോ? ഇന്ന് മാറിക്ക്. പാളം തെറ്റി ഏതൊരു കുർള എക്സ്പ്രസ് വരുന്നുണ്ടല്ലോ. അയ്യോ, ഒരു വണ്ട് തിന്നപ്പൂ ഒരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊടിഞ്ഞ കാശവാണി തോട്ടുവൊക്കെ താടി നിക്കണ കാറ്റാടി. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് 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 ഫേക്ക് ആക്കൂ. എന്താ ഇത്? വന്ന പടി മറക്കത്തോടെ ഞാൻ. നിങ്ങളാണോ ഡോക് കോളേജിലെ കുട്ടികൾ? ഡോൺ ബോസസ് കോളേജിലെ കുട്ടികൾ? അതെ. ആരാ? ഞാനാണ് നിങ്ങളുടെ പുതിയ ട്രെയിലർ. ഏത് പടത്തിന്റെ? തലയിൽ ചകിരി കൂടി വെച്ചോണ്ട് നടക്കുന്നവനെ, അതാണോ ഞാൻ പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ പുതിയ കോച്ച്. അത് പോട്ടെ, കോച്ചിന്റെ പേരെന്താ? എന്റെ പേര് ജെന്നി കൂത്ത്. അയ്യോ, തലയ്ക്ക് വരുന്ന സൂക്കേടിന്റെ പേരല്ലേ അത്? ജെന്നി കൂത്ത്. ഇത് ജെന്നി കൂത്ത്. ആരാ ഈ പേരിട്ടെ? ശംഖനാഥ മണിയടിയും കഴിഞ്ഞ് ആ വായന എപ്പോ ഒരു ഡയലോഗ് വരാനാ? എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ഇട്ട പേരാണ്. എന്താ പുള്ളിക്കാരന് ചെന്നിക്കുത്തായിരുന്നു? അതല്ലടോ, ചെന്നിട്ട് ഒത്തിട്ട് ഇടുന്നതിന് മുന്നേ പുള്ളി അങ്ങ് പോയില്ലേ. എന്തിനാ ഈ കിടന്ന് കരയുന്നേ? ഒരച്ഛൻ വച്ച കരയുടെ കരച്ചിലത് പിച്ച് പോരാ. നാലാള് കാണുന്നല്ലേ. പോടി കിടന്ന്. കോച്ച് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ? സ്പോർട്സിന് വേണ്ടി ജീവിതം ഉഴുന്നുവടയാക്കിയ ഉഴിഞ്ഞു വെച്ച ഒരു അച്ഛന്റെ മകളാണ് ഞാൻ. അയ്യോ, കോച്ചിന്റെ പപ്പ ഒരു ഒളിമ്പ്യനാ? എന്റെ അച്ഛൻ കാണാറുന്നാ. അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയായത്. നിങ്ങൾക്ക് സ്പോർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊരു അനുഭവം ഉണ്ടെങ്കിൽ അതങ്ങ് പറ. എനിക്ക് മാങ്ങയുണ്ട്. കോച്ചിനറിയോ? ഓ, കോച്ചാനറിയോന്നല്ല, കളിച്ചാൻ കേറ്റുക. ഇവിടെ വീട്ടിക്ക് പ്രാക്ടീസിന് വേണ്ടി ഡിസ്കസർ കൊടുത്തയച്ചപ്പോഴേ ഇവിടെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? ഹായ്, കിട്ടി എന്റെ പുതിയ നോൺ സ്റ്റിക് പത്തിരി ചട്ടി എന്ന് പറഞ്ഞ് അടുപ്പത്ത് വെച്ച് കത്തിച്ചാളാ ഇവിടെ തള്ള. അതൊരിക്കലല്ലേ പറ്റുള്ളൂ. ഭാഗ്യം ഷോർട്ട് പുട്ട് കൊടുക്കാൻ ഞാൻ. സത്യം, ഇല്ലായിരുന്നെങ്കിൽ എമ്മൂന്റെ മുട്ടയെന്ന് പറഞ്ഞ കിങ്ങിണിക്കോഴിയുടെ മുട്ടി വെച്ച് വിരിച്ചെടുത്തന്നെ എന്റെ പൊന്നമ്മച്ചി. അത് ശരി, നിനക്ക് എന്നെ ഇഷ്ടല്ല അല്ലേ? നീ എന്നെ ഫ്ലേർട്ട് ചെയ്യല്ലായിരുന്ന പട്ടി. നീ എന്നെ ഗോസ്റ്റിംഗ് ചെയ്തപ്പോഴല്ലേ നിന്നെ ഫ്ലേർട്ട് ചെയ്തത്? അപ്പൊ നിനക്ക് ബെഞ്ചിക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? നിനക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് മതിയായിരുന്നില്ലേടി? അപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ലിവിംഗ് ടുഗദർ, ലിവിംഗ് ടുഗദർ. എന്നാടി സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആയത്? ഐ എം സാഡ്, ഐ എം ട്രോമറ്റൈസ്ഡ്, ഐ എം ഫീലിംഗ് സാഡ്. കോച്ച് പറ ഇതിലേതാ നല്ലത്? ഏതാ നല്ലത്? അല്ല, ഇതൊക്കെ ഏത് ലോണാ? നിങ്ങൾ ഇതൊക്കെ എവിടെ അപേക്ഷിക്കുന്നത്? 90s കിഡ് ആണല്ലേ? ഞങ്ങള് ജെൻസി ആണല്ലോ. എന്തൊരു പശുവിനെ വരല്ലേ ഇത്? അയ്യോ, അത് ജേഴ്സി. അത് മടക്കട്ടെ. അല്ല, അതവിടെ നിക്കട്ടെ. നീ നിന്റെ ഫുട്ബോളിന്റെ അനുഭവം ഒന്ന് പറഞ്ഞേ. കൊച്ചേ, വലിയൊരു ഫുട്ബോൾ കളി നടക്കുന്ന സ്ഥലം. കാണുള്ള ആവേശത്തില് ഒരുത്ത ഫുട്ബോൾ കൊണ്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ സൈഡിൽ കൂടെ ഒരു സാൻഡ്വിച്ചും കഴിച്ച് നടക്കുമായിരുന്നു. അപ്പൊ എങ്ങാണ്ടൊന്നും ഒരു മാക്കാനം പന്ത് വന്ന് എന്നെ എടുത്തുകൊണ്ടേ ഗോളി പോസ്റ്റിന്റെ മോളിൽ വിരിച്ചിട്ടു. അങ്ങനെ എന്നെ വിരിച്ചിട്ടേക്കുന്ന സമയത്ത് ഏതോ ഒരു കുരുത്തം കെട്ട ചെക്കൻ തോർത്താന്നും കരുതി എന്നെ എടുത്ത് മുഖം തുടച്ച് പിഴിഞ്ഞ് വീണ്ടും വിരിച്ചിട്ടു. അയ്യോ, കണ്ടോ, എന്നെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് സങ്കടമായി? അതല്ല, ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം? ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം? ഇവിടെ ആ ഷോർട്ട് പുട്ടിന്റെ അടി വെച്ച് അമ്മുക്കട്ടെ. എന്തിനാ? ആരോടാ? അടുത്തതായി നമുക്ക് എക്സസൈസ് ചെയ്യാം. എന്താന്ന്? എക്സസൈസ് ചെയ്യാം. ഞാൻ മിണ്ടൂല, എനിക്ക് അത് പുഴുങ്ങിയ കാച്ചിൽ നിന്ന് കഴിഞ്ഞാ. അതല്ലെന്ന്,
മറ്റേ വയ്യായിക ചെയ്യാന്ന്. വ്യായാമം. അതെനിക്കൊരു വയ്യായികയാണ്. അത്ര പ്രായമായോ? ആക്ച്വലി ഞാൻ യങ് അത്ലറ്റ് ആണെങ്കിലും അത്ലറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ മുടിയോടും കൂടെ ഒന്ന് പറയണം കേട്ടോ. എന്ത്? പുള്ളിക്കാരി ടൈമിംഗ് തെറ്റിയാ നരക്കുന്നത്. ചെയ്യണം അങ്ങോട്ട്. ഞാൻ കാണിച്ചു തരും, നീ ചെയ്യും. ഓക്കെ ഓക്കെ നോക്കണേ. ഓക്കെ. 1 2 3. ഓ പുള്ളിക്കാരി പണ്ട് ട്രാഫിക്കിലായിരുന്നു കേട്ടോ. എന്താ? സിഗ്നൽസ് ഒക്കെ എത്ര കൃത്യ. നീ നോക്കാൻ ചെയ്യണം അങ്ങോട്ട്. ചെയ്. 1 നിൻമൊഴി കേട്ടാൽ പാൽ കടലലകളിൽ കലയുടെ മാറിലുലാവാ നീ ഉണരാ ഞാൻ തപസിരിക്കും. എന്താ ഇത്? ഞങ്ങള് കോളേജിൽ വ്യായാമത്തിന് സൂംബയാ ചെയ്യാറ്. വിളിച്ചു പറയാം കേട്ടാ. ഇവിടെ സ്പോർട്സ് വന്നാ സ്പോർട്സ് ആണ് കേട്ടല്ലോ. ഓക്കെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. Okay. ഇവിടെ നിൽക്കൂ. ഓക്കെ. മോളെ ആ പന്തെന്നിട്ടുണ്ടാടി. ഇത്രയും ലൈറ്റ് വിടുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തിനാ വേറൊരു പന്തം? നിന്റെ അണ്ണാക്ക് വെച്ച് തിരി വെച്ച് കത്തിക്കാൻ. നിനക്ക് ഇതെന്താന്നറിയോ? അത് ശരി. പുള്ളിക്കാരി പോയി വരട്ടോ. മഞ്ഞക്കാടിന് ഇന്നും കൂടി അരിയുള്ളൂ. പോയിട്ട് വാട്ടോ. അതല്ലെന്ന്. ഇത് നിനക്കറിയോ? അത് ശരി. അപ്പൊ BPL കാർഡാണോ? എന്നാ പിന്നെ മണ്ണെണ്ണക്കാൻ എടുക്കണ്ട. മണ്ണെണ്ണ ഇല്ല. എന്റെ അമ്മക്ക് ഇന്ന് കിട്ടിയതും ഇല്ല. പൊട്ടന്മാരെ, ഇത് foul card. അടുത്തതായിട്ട് നിന്റെ അടുത്തുനിന്ന് എത്ര സാഹസികമായിട്ടാണ് ഞാൻ ഈ പന്ത് കട്ടിങ് ചെയ്ത് മാറ്റുന്നത് കാണിച്ചു തരാം. കട്ടിങ് ചെയ്യും. ചെയ്തല്ലോ. ചെയ്യും. എനിക്ക് ആ സൈഡ് ഇഷ്ടമല്ല. ഈ സൈഡ് എന്നാ ഇവിടെ നിൽക്ക്. ഞാൻ എപ്പോഴും ആ സൈഡ് ഓക്കെ. Okay. എന്നാ ഞാൻ അപ്പുറത്തേക്ക. ഓക്കെ. വാച്ചിങ്. വാച്ചി കണ്ണി കുത്തോ നിങ്ങള്? പോയില്ലായിരുന്നു. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. മൈ മിസ്റ്റേക്ക്. ഓക്കെ. പിന്നെ ഇവിടെ ഉണ്ട്. പോയിട്ടില്ലായിരുന്നു. ടു മിസ്റ്റേക്ക്. താടപന്ത്. ഓടി വിടുന്നു. പോച്ചേ. താടപന്ത്. ഞാൻ തരത്തില്ല. ഞാൻ എതിർത്തി തരത്തില്ല. ഞാൻ ഇത് തരത്തില്ല. തരത്തില്ല. ഉറപ്പാണ്. തരത്തില്ല ഞാൻ. ഓക്കെ. ഓക്കെ. എടുത്തോട്ടെ. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് ഞാൻ പന്ത് കട്ട് ചെയ്ത് മാറ്റി. നീ എന്തിനാണ് ഇത് ഇങ്ങനെ കിടന്ന് ഡ്രംസ് അടിക്കുന്നേ? അയ്യോ അവിടെ വിസിലടിച്ചു. കൊച്ചെ അവിടെ വിസിലടിച്ച്. നീ പോയി അങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേക്ക് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എന്നാ പപ്പിച്ച്? കട്ടിങ്. അത് ഓർമ്മയുണ്ട്. ഓക്കെ. എനിക്ക് പേടിയൊന്നു. അയ്യോ കൊച്ചെ ഞാൻ ഒന്ന് അവിടുന്ന് ചീർ ചെയ്തോട്ടെ. മൂലക്ക് ഇരുന്ന് ചെയ്തു. കൊച്ചെ ഞാൻ എന്ത് ചെയ്യണം കൊച്ചെ? കട്ടിയട്ടെ. എടാ താടാ. അയ്യോ കൊച്ചത് വർക്കായില്ല കൊച്ചെ. ഫോർവേഡാ. ഫോർവേഡ് കളിക്കണം. കിക്ക് ചെയ്യട്ടെ. കൊച്ചെ എനിക്ക് വയ്യ. കൊച്ചെ എനിക്ക് വയ്യ. എനിക്ക് വയ്യ പന്തിന്റെ പുറകെ ഓടാൻ. അല്ല അവിടെ എന്താ അവർ തപ്പുന്നത്? അല്ല പന്തേനും എടുത്തല്ലോ. കൊച്ചെ എന്ത് ചെയ്യണം കൊച്ചെ? എങ്ങോട്ട്? എങ്ങോട്ട്? എങ്ങോട്ട് ഓടണം? അയ്യോ അയ്യോ ഗോള്. എന്ത് കാണിച്ചു? ഗോള്. അയ്യോ നിങ്ങളെന്താ അവിടെ തൈ നടന്നു? മോനെ ഇതൊന്നും അടിക്കടാ. എന്താ നമ്മള് ജയിച്ചാ നമ്മള് തോറ്റ 6-0. ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. വിളിക്ക്. നീ അവിടെ നിന്ന് കൈകൊട്ടെന്ന് ഞാൻ കണ്ടായിരുന്നല്ലോ. 10 കിലോമീറ്റർ സ്പീഡിൽ നിങ്ങളുടെ തലയിൽ ബോൾ വന്നടിച്ചിട്ടുണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾ കയ്യും കൊട്ടും കാലും കൊട്ടും. ഫുട്ബോൾ വട്ടത്തിലാന്നല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങാൻ നിങ്ങൾക്ക് അറിയാവോ? പിന്നെ എന്തിനും ഇങ്ങോട്ട് കേറി വന്ന്? 500 രൂപയും ഒരു ബിരിയാണിയും വാങ്ങിച്ചരാന്ന് നിന്റെ മാമൻ പറഞ്ഞായിരുന്നു. മുദ്രയുള്ള തട്ടി അത് പറഞ്ഞല്ലേ? അല്ലെങ്കിൽ ഞാൻ വാർക്കപ്പണിക്ക് പോയണ്ടായിരുന്നു. അല്ല നമ്മുടെ കപ്പ് അപ്പുറത്തെ ക്യാൻറ്റീനിൽ കപ്പ കൊടുക്കുന്നുണ്ട്. ഞാൻ വാങ്ങിത്തരാം. മാറ്. അക്ഷയ പീട്ടി പപ്പ എന്ത് പറഞ്ഞടി? 6 ഗോൾ ഇങ്ങോട്ട് വഴങ്ങിയിട്ട് ഒരൊറ്റ ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റാതെ നീയൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്തിനാടാ? അക്ഷയ പീട്ടി എന്ന് പപ്പ പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണം എന്നൊന്ന് സിസ്റ്റർ ആയിട്ട് കണ്ടാ മതി. കപ്പ കപ്പ